ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആനപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആനപ്പാറ പാറയിൽ ഒരു ഗുഹയാണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പാറയും ഗുഹയും മറ്റു വിശേഷങ്ങളായിട്ട് ഇന്ന് നമ്മളെ കാഴ്ച. അപ്പോൾ നമുക്കിന്ന് പോവാം. അപ്പോൾ ഞാനിന്ന് നടന്നാട്ടോ പോണേ. ഞാൻ ഇന്ന് സ്കൂട്ടി എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ചെറിയ നടന്നിട്ടുള്ളൊരു ബ്ലോഗാട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയാലോ. അപ്പോൾ ഞാൻ നടന്ന് കുറച്ച് ദൂരം എത്തിയിട്ടോ. ഇത് നേരെ നമ്മൾ ആനപ്പാറയിലോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടേക്ക്. ഞാൻ പോകുന്ന ഇടയിലുള്ള കാഴ്ചകളൊക്കെ പരിചയപ്പെടുത്തി തരാവേ. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയാവാനായിട്ടോ. അവിടെ എത്തുമ്പോഴേക്കിനും 1 മണിയൊക്കെ ആവും തോന്നുന്നു. നമുക്ക് ഏതായാലും പോവാമല്ലേ. അപ്പോൾ ഞാൻ ഇറക്കിറങ്ങിക്കൊണ്ട് അപ്പോൾ നമ്മളങ്ങനെ ഇറക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ കപ്പയൊക്കെ നട്ട് വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. കപ്പക്കൊമ്പൊക്കെ നട്ടിട്ടുണ്ട്. എന്ത് മനോഹരമല്ലേ കാണാനൊക്കെ. വെള്ളച്ചാട്ടം ആ റൂട്ടൊക്കെ പോവാട്ടോ. അപ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഈ റൂട്ടാട്ടോ പോകേണ്ടത്, ലെഫ്റ്റിലോട്ട്. ഇവിടെ മൊത്തം വയലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടേ. നമുക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ കപ്പത്തോട്ടങ്ങളുണ്ട് കേട്ടോ. വരുന്ന വഴിക്ക് ചെറിയ തോട് സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ കലങ്ങി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പോവാണ്. ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ചില സ്കൂട്ടിയിൽ ഇങ്ങനെ പോയേ നടന്നപ്പോൾ ഭയങ്കര കാലൊക്കെ വേദന. നടന്നിട്ട് ഏകദേശം കുറേ ആയി. സ്കൂട്ടിയിൽ യാത്രയായതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഞാറ് നട്ട് തുടങ്ങിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അവിടെ തേയിലയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വരുന്ന വഴിക്ക് നല്ല ചെടി കേട്ടോ. നോക്കിയേ, മഞ്ഞയും ഓറഞ്ചും എന്ത് ഭംഗിയല്ലേ കാണാൻ. പോവാ. ഇവിടെയാണ് പാലം വരുന്നത്. ആ തോട് ഇതിലേട്ടോ പോണേ. ആനപ്പാറ പാലെത്താനായി. പിന്നെ അങ്ങോട്ട് ഹൈവേ ആണ് കേട്ടോ. റൈറ്റിലോട്ട് പോയ അമ്പലവയൽ, ലെഫ്റ്റിലോട്ട് പോയ ചുള്ളിയോട്, ബത്തേരി, അങ്ങനെ പോവാം. പിന്നെ അങ്ങോട്ട് നല്ല റൂട്ടാണ് വരുന്നത് അല്ലേ. അത് അമ്പലയിൽ നിന്ന് വരുന്നത്. നമുക്ക് പാറയിലോട്ട് പോകട്ടോ. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത്, പാറയിലോട്ട്. ഇവിടുന്ന് കാണുന്നുണ്ട്, അതാണ് പാറ, ആനപ്പാറ പാറ. അപ്പോൾ ആ പാറേൻ്റെ മേലെയാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പോയി നോക്കാം. ഇതാണ് കേട്ടോ ആനപ്പാറ പാറ. ഇതിൻ്റെ താഴെ കൂടെ കുഞ്ഞൊരു അരുവി പോകുന്നുണ്ട്. നമ്മൾ ഈ വഴി വേണം കേട്ടോ ഇങ്ങനെ പോയിട്ട് കയറാൻ മേലോട്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മളിങ്ങനെ കുറച്ച് കയറി കേട്ടോ, കുറച്ചുകൂടി കയറി പോകണം മേലോട്ട്. ഇതൊരു അത്ഭുതമാണ് കേട്ടോ, ഈ പാറ എങ്ങനെയല്ലേ ഇതിൻ്റെ മേലെ വന്നത്. ഒരു ചരിത്രമാണ് ശരിക്കും. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കയറി പോകണം. ഇവിടുന്ന് കാണാൻ എന്തൊരു മനോഹരമല്ലേ അങ്ങോട്ടേക്കൊക്കെ. ഈ പാറ നിൽക്കുന്ന കണ്ടില്ലേ, ചെറിയൊരു പിടുത്തത്തിന് മേലെയാണ് ഈ പാറ നിൽക്കുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം.
അങ്ങനെ നമ്മൾ കയറി കുറച്ച് മേലെത്തിയിട്ടോ. എന്തിനും മനോഹരമല്ലേ കാണാനൊക്കെ. ഫുള്ള് വയലും കൃഷി കേട്ടോ. വയലും കൃഷി, കപ്പ. ഇവിടെ നോക്കിയാൽ നമ്മൾ ആനപ്പാറ കാണാം. അവിടെ നിന്നാണ് നമ്മൾ ബസ്സൊക്കെ കയറുന്നത്. ഇവിടെ നോക്കി അമ്പൂത്തിമല കാണാം. കടയിലെത്തി നമുക്ക് ഈ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ഈ ആന പറയട്ടെ, പണ്ട് കാലത്ത് ഈ പാറ മൊത്തത്തിൽ മണ്ണിൽ മൂടിക്കിടക്കുകയായിരുന്നു. പിന്നെ മഴ പെയ്തിട്ടും മണ്ണ് ഒഴുകിപ്പോയി. അതിൻ്റെ അടിയത്തെ മണ്ണിൽ ഒഴുകിപ്പോയി. അത് ഒരു പാറ ആനയുടെ രൂപമായിട്ട് തെളിഞ്ഞ് കാണാൻ തുടങ്ങി. ആ കല്ല് ആര് ഇളക്കിയിട്ടും ഈ ഭാഗം പൊട്ടിച്ചിട്ട് കല്ല് പൊട്ടിച്ചിട്ടും പാലത്തിനും മറ്റേ ആവശ്യത്തിന് കല്ല് പൊട്ടിച്ചിട്ട് പോലും ഇവിടെ കല്ല് പൊട്ടാത്ത രീതിയിൽ വന്നിട്ട് പിന്നെ അവർ മാറ്റി പൊട്ടിച്ചു. അങ്ങനെയാണ് ഈ ആനപ്പാറ അവിടെ ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടൻ പറയുന്നത് അങ്ങനെയാണ് ഈ പാറ അവിടെ ഉണ്ടായെന്നാണ് കേട്ടോ പറയുന്നത്. കുറേ നിന്ന് പോകണം, കുറേ കിടന്നു പോകണം, പിന്നെ കുറച്ച് ഇരുന്ന് പോകണം, പിന്നെ നിന്ന് പോകാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ നിന്ന് പോകും. അതിൻ്റെ അറ്റം ആരും കണ്ടിട്ടില്ല. വവ്വാലുകളും പാമ്പുകളും താമസിക്കുന്നുണ്ട്. 2 അറയുണ്ട്. ആനപ്പാറ പാറയ്ക്ക് 2 അറകളുണ്ട്, 2 ഗുഹകളുണ്ട്. അതിൻ്റെ അറ്റം ഇന്നുവരെ ആരും പോയിട്ടില്ല. ഞാനിവിടെ മുതലുള്ള ആളാണ്. എൻ്റെ പേര് പ്രഭാകരൻ. അപ്പോൾ പ്രഭാകരൻ ചേട്ടൻ പറയുന്ന ഗുഹ അതിൻ്റെ അറ്റത്തേക്ക് ഇതുവരെ ആരും എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഗുഹയിലോട്ട് പോയി നോക്കാം. ബാക്കി വിശേഷം ഗുഹേൻ്റെ അവിടെ നിന്ന് കാണാൻ വേണ്ടി പ്രഭാകരൻ ചേട്ടനെ കൂടെ കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം അല്ലേ? നമുക്ക് പോവാം. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്നു പോകാണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ചേട്ടൻ. നമ്മൾ ഈ വളവൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകണം. കുറച്ച് മേലോട്ട് വന്നു. ഈ ഗുഹയിലോട്ട് പോകണത് ഈ റൈറ്റിലോട്ടുള്ള വഴിക്കാണ് കേട്ടോ. ഈ വഴിക്ക് നമുക്ക് അങ്ങോട്ട് പോവാം കുറച്ച്. അപ്പോൾ നല്ല തേയിലത്തോട്ടം കാണിച്ചു. അപ്പോൾ ചേട്ടൻ എൻ്റെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. നോക്കാം. കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മണ്ണിട്ടോ അങ്ങോട്ട് കയറി പോകണം കേട്ടോ. ഇവിടുത്തെ വണ്ടി കുടുങ്ങിയിട്ടുണ്ട്. വണ്ടി കുടുങ്ങി പാടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ വഴി കാണാം കേട്ടോ നമ്മൾ ഗുഹയിലോട്ട് പോവാൻ. മുകളിലോട്ട് പോകണം. ചേട്ടൻ പറഞ്ഞു നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലെ പോവാന്ന്. അപ്പോൾ നമുക്ക് ഇതിലെയാണ് കേട്ടോ പോകണ്ടേ. അപ്പോൾ വഴി നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ കയറി പോകുന്നത്. ചേട്ടനത് നമ്മൾ കയറി വന്നേ. ഇതിലാണ് കയറി വന്നേ. നല്ലൊരു ചേട്ടനാണ് കേട്ടോ. പുള്ളി എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നമ്മൾ കയറിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്ന വഴി ഇതാണ്. വഴിയാ ചേട്ടൻ ഫുള്ള് വടിയൊക്കെ വെച്ച് നികഞ്ഞ് തെളിച്ചിട്ടാണ് വഴി തെളിച്ചു. ചേട്ടൻ അതാ പോകുന്നുണ്ടേ. ഇത് ഫുള്ള് മറ്റേ പുല്ലാണ്. ഈ മുറിയുന്ന സൈസ് ഒരു പുല്ലാണ് ഇത്. പാറപ്പുല്ല്, പോതപ്പുല്ല് എന്നാണ് കേട്ടോ ചേട്ടൻ പറയുന്നത്. ഫുള്ള് കാടാണ് കേട്ടോ. നികഞ്ഞ് മാറ്റി പാറയിലോട്ട് എത്തിയിട്ടോ. പുല്ലെന്ന് പറഞ്ഞ പുല്ല് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വഴി വേണം കേട്ടോ അങ്ങോട്ട് കയറി പോകാൻ. ഇനിയും പോകാണ്ട് കുറച്ചുകൂടി. എല്ലാം പാറകൾ കാണുന്നുണ്ട്. അങ്ങോട്ടേക്കൊക്കെ എന്ത് മനോഹരമാണേ കാണാം. ഇനി നമ്മൾ അങ്ങോട്ട് വേണ്ട കയറിപ്പോവാൻ. ചേട്ടൻ എൻ്റെ മുന്നേ ഉണ്ട്. അങ്ങോട്ട് തമിഴ്നാടൊക്കെ കാണാം കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ അവിടെ എരുമാട് ഭാഗം. നമ്മൾ ഈ വഴി വേണ്ട കയറിപ്പോവാൻ. അപ്പോൾ നമുക്ക് പോവാമല്ലേ? അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ കയറി വന്നു കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കിയാൽ ചെമ്പ്ര പീക്ക് കാണാം കേട്ടോ. മേപ്പാടി സൈഡിൽ ചെമ്പ്ര പീക്ക്. വെള്ളം അതാ വെള്ളമുണ്ട കാണാം നമുക്ക് ഇവിടുന്ന്. ഇനി നമ്മൾ ഇതിലിങ്ങോട്ട് ഇറങ്ങി പോകണം കേട്ടോ പോവാൻ. അപ്പോൾ അവിടേക്ക് താഴേന്ന് ബാക്കി കാഴ്ച കാണാവേ. ഇറങ്ങി കഴിഞ്ഞിട്ട് കേട്ടോ വന്നത്. കാറ്റടിക്കുമ്പോൾ പുല്ല് ഇളകുന്നത് എന്ത് മനോഹരമല്ലേ കാണാനൊക്കെ. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ പോകണ്ടേ. അപ്പോൾ ചേട്ടൻ എൻ്റെ മുന്നേ പോകുന്നുണ്ട്. ചേട്ടൻ വടിയെ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോകണം കേട്ടോ. നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുകയാണേ. നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന്. രാവിലെ കുറച്ച് മഴക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ മഴക്കാറൊക്കെ പോയിട്ട് ഇപ്പോൾ വെയിൽ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇറങ്ങി പോവാം. ഇറങ്ങിപ്പോവാൻ ഗുഹയിലോട്ട്. ഇപ്പോൾ ഗുഹ എത്താനായി. നമ്മളിതിലിങ്ങനെ ഇറങ്ങി അങ്ങ് താഴോട്ട് ഇറങ്ങി പോകണം കേട്ടോ.
നമ്മൾ മെല്ലെ പോയില്ലെങ്കിൽ താഴോട്ട് ഉരുണ്ട് വീഴാനുള്ള ചാൻസ് കൂടുതലാണേ. ഈ സൈഡിൽ കൂടെ അങ്ങനെ നമുക്ക് ഇറങ്ങിപ്പോവാം. ഇവിടെ എന്തൊക്കെയോ മാന്തിയ പാടുകൾ കണ്ടിട്ട് ഈ പാറയിൽ എന്തോ ജീവിൻ്റെ കാൽപ്പാടാണത്. അപ്പം നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടോ. ഗുഹ ഇവിടെയാണെന്നാണ് ചേട്ടൻ പറയുന്നത്. നമ്മൾ ഇതിലങ്ങോട്ട് ഇറങ്ങിപ്പോണം. അപ്പം ഞാനിങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുക കേട്ടോ. മരത്തിലൊക്കെ പിടിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഇതിലിങ്ങനെ ഇറങ്ങി ഞാനങ്ങനെ ഇവിടെ എത്തിയിട്ടോ. അപ്പം ഇതാണോ ഗുഹ? ആ ഇല്ല ഏട്ടേ, ഇല്ല. അപ്പം ഇതാണ് കേട്ടോ ഒന്നാമത്തെ ഗുഹ. ആ ഇതാണ് കേട്ടോ ഒന്നാമത്തെ ഗുഹ. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടെ. ഉള്ളിലോട്ട് പോവാ. കുറച്ച് ഉള്ളിൽ കയറി കാണിച്ചു തരാം കേട്ടോ. നമുക്ക് മെല്ലെ മെല്ലെ കയറി പോകാൻ പറ്റുള്ളേ. ഇതാണ് ഒന്നാമത്തെ ഗുഹ. അങ്ങ് നീണ്ടു കിടക്കുകയാണ് കേട്ടോ. വവ്വാലൊക്കെ ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സ്മെല്ലുണ്ട്. ഭയങ്കര വവ്വാലിൻ്റെ സ്മെല്ലാണ് കേട്ടോ ഇവിടെ. വവ്വാലടിക്കുന്ന സൗണ്ട് കേൾക്കാം. അപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോവാം. അടുത്ത ഗുഹ കാണാൻ പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ ഗുഹ വരുന്നത്. ഗുഹേൻ്റെ പാറ ഉണ്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാമത്തെ ഗുഹ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കടന്ന് വേണമെന്നാണ് പോകാമെന്നാണ് പറയുന്നത് ആ ചേട്ടൻ. നമ്മന്നീല് കയറിപ്പോയ പാടൊക്കെ കാണാം കേട്ടോ. നമ്മൾ നികഞ്ഞു മാറ്റി പോകണം. ഇതിലാ ഇതിലെ മേലോട്ട് കയറി പോകണം കേട്ടോ. മൂന്നാമത്തെ പുകയിലോട്ട് ഇതിലെങ്ങനെ കയറി പോകണം ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ മൂന്നാമത്തെ ഗുഹ. ഇതാണ് ഏറ്റവും വലിയ ഗുഹ എന്നാണ് ചേട്ടൻ പറയുന്നത്. ഇതിലിങ്ങനെ കുറേ കയറി പോവാം കേട്ടോ ഉള്ളിലോട്ട്. അപ്പോൾ വരുന്നവർ കയറൊക്കെ കെട്ടിയിട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ കേട്ടോ. കുറേ ഇങ്ങനെ നിന്ന് പോകണം, പിന്നെ കുറേ കടന്നു പോകണം, പിന്നെ ഇരുന്ന് പോകണം. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇപ്പം കുറച്ച് ഉള്ളിലോട്ട് പോയി കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഗുഹേൻ്റെ ഉൾഭാഗം. എന്ത് മനോഹരമായിരിക്കുന്നു. ഇവിടെ വരികയാണെങ്കിൽ ഒറ്റയ്ക്കൊന്നും വരരുത്. കുറച്ച് ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് വേണം കേട്ടോ വരാൻ. എല്ലാവരും വരുമ്പോൾ കയറ് കെട്ടിയിട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ. ഇതിന് അവസാനം ഇല്ല എന്നാണ് കേട്ടോ പറയുന്നത് ഈ ഗുഹയ്ക്ക്. അപ്പം ഞാനങ്ങനെ തിരിച്ചിറങ്ങാണ് കേട്ടോ ഗുഹേൻ്റെ ഉള്ളിൽ നിന്ന്. ഇതാണ് ഗുഹേൻ്റെ പുറത്തോട്ട് ഇറങ്ങുന്ന വഴി. നമുക്ക് ഇറങ്ങാൻ തിരിച്ച്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാട്ട് ഇറങ്ങി വന്നേ. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ ഒരു പാറ ഉണ്ട്. ഈ പാറ കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഗുഹ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് ഗുഹ. അപ്പം ഞാനങ്ങനെ കുറച്ച് ഉള്ളിലോട്ട് കാണിച്ചു തരാം. പോയി കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ഗുഹ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് നീണ്ടു കിടക്കാട്ടോ ഉള്ളിലോട്ട് ഗുഹ. അപ്പം നമുക്ക് തിരിച്ചിറങ്ങാമല്ലേ. തിരിച്ചിറങ്ങി കേട്ടോ. ഞാൻ ഇതിലാണ് ഇറങ്ങി വന്നത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഈ ഗുഹേൻ്റെ ഉള്ളിലോട്ട് കയറാനായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ പോവുകയാണ് കേട്ടോ. ഞാനിന്ന് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ചേട്ടൻ അവിടെ ഉണ്ട് കേട്ടോ. പോകുന്നത് ഈ ഗുഹ പോകുന്നത് പഴയ കാരണന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. കരടിപ്പാറ എന്ന സ്ഥലത്ത് ഇതേപോലെ ഒരു കോരിയുണ്ട്. അവിടേക്കാണ് ഈ ഗുഹ ഇവിടുന്ന് ഉത്ഭവിക്കുന്നത് അവിടേക്കാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ള കേൾവി. ചേട്ടനോട് പറഞ്ഞാൽ നമുക്ക് അകത്ത് കയറിയിരിക്കാം. എന്നിട്ട് ഞാൻ ചേട്ടൻ്റെ അകത്തോട്ട് പോവാം കേട്ടോ. അപ്പം ഇതാണ് ചേട്ടൻ്റെ വീടും കാര്യങ്ങളൊക്കെ. ഇതാണ് എൻ്റെ വീടും കാര്യങ്ങൾ. ആ ഒരു വർഷം വെള്ളം കായ്ക്കുന്നുണ്ടാവും എനിക്കറിയാം. കൈക്ക് ചൂടുവെള്ളം അറിയില്ല. അപ്പോൾ ചേട്ടൻ എനിക്ക് വെള്ളം കുടിക്കാൻ തന്നായിരുന്നേ. ചേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ചേട്ടൻ പഴം തന്നു കേട്ടോ. ചോറ് വേണമെന്ന് ചോദിച്ചു. ഞാൻ ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പുഴുങ്ങി പഴം തന്നു കേട്ടോ. നല്ലൊരു പാവം ചേട്ടനാണ്.
നല്ല അടിപൊളി പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന്. ഞാനാകെ വേർത്ത് കുളിച്ചു കേട്ടോ അവിടെ വരെ പോയപ്പോഴേനും. അപ്പോൾ ഞാൻ ഈ പഴം കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ ഞാനങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ.